IPL ആവേശം കൊടുമുടി കയറുകയാണ്. ഇത്തവണത്തെ IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കാൻ പോകുന്നത് MS ധോണിയല്ല, മറിച്ച് മലയാളി മന്നൻ സഞ്ജു സാംസൺ ആണോ? അതുമാത്രമല്ല, 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള പോര് വീണ്ടും മുറുകുന്നു. മുംബൈയെ രക്ഷിക്കാൻ രോഹിത് തന്നെ വേണമെന്ന് മുൻ താരം മുഹമ്മദ് കൈഫ് തുറന്നടിച്ചിരിക്കുകയാണ്. എന്താണ് ചെന്നൈയിലും മുംബൈയിലും സംഭവിക്കുന്നത്? നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഒരു സീസണിന് കച്ചമുറുക്കുമ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ മുൻ താരം മുഹമ്മദ് കൈഫ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുംബൈക്ക് 5 ട്രോഫികൾ സമ്മാനിച്ച ഇതിഹാസ നായകൻ രോഹിത് ശർമ്മയെ ഇത്തവണ ഹാർദിക്കിനെ സഹായിക്കാൻ ഗ്രൗണ്ടിൽ സജീവമായി വേണമെന്നാണ് കൈഫ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ സീസണിൽ രോഹിത്തിനെ വെറുമൊരു ഇംപാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമാണ് മുംബൈ ഉപയോഗിച്ചത്. എന്നാൽ ഇത്തവണ അത്തരമൊരു മണ്ടത്തരം ടീം ആവർത്തിക്കരുതെന്നാണ് കൈഫിന്റെ ഉപദേശം. രോഹിത് ശർമ്മയെ ഗ്രൗണ്ടിൽ നിർത്താതിരുന്നതാണ് കഴിഞ്ഞ സീസണിൽ മുംബൈ കാണിച്ച വലിയ അബദ്ധമെന്നും അദ്ദേഹത്തെ വെറുമൊരു ഇംപാക്ട് പ്ലെയറായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. 5 IPL ട്രോഫികളും ICC ചാമ്പ്യൻസ് ട്രോഫിയും T20 ലോകകപ്പുമെല്ലാം നേടിയ ഇതിഹാസ നായകനാണ് രോഹിത്. ഹാർദിക്കിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിലും കഴിഞ്ഞ വർഷം 2ാം ക്വാളിഫയറിൽ ശ്രേയസ് അയ്യർ സിക്സറുകൾ അടിച്ചപ്പോൾ ഹാർദിക് ശരിക്കും പതറിപ്പോയത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് രോഹിത് കൂടെയുണ്ടായിരുന്നെങ്കിൽ ബൌളർമാർക്ക് അത് വലിയ ആശ്വാസമാകുമായിരുന്നു. കണ്ണുകൊണ്ടുള്ള ഒരു കോണ്ടാക്റ്റോ മുഖത്ത് ഒരു ചിരിയോ മതി ബൌളറുടെ ആത്മവിശ്വാസം കൂട്ടാൻ. രോഹിത് ശരിക്കും ഒരു ബൌളേഴ്സ് ക്യാപ്റ്റനാണ്. സൂര്യകുമാർ യാദവ് കൂടെയുണ്ടെങ്കിലും രോഹിത്തിന്റെ അനുഭവസമ്പത്ത് ഇത്തവണ മുംബൈക്ക് അനിവാര്യമാണ്. ഇതേസമയം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 6ാം കിരീട സാധ്യതകളെക്കുറിച്ച് ആവേശകരമായ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് മുൻ താരം ഇർഫാൻ പഠാൻ. സ്റ്റാർ സ്പോർട്സിന്റെ ഗെയിം പ്ലാൻ എന്ന ഷോയിലാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നത്. സഞ്ജു അടക്കമുള്ള പുതിയ ചില കളിക്കാരുടെ വരവോടെ വലിയ പ്രതീക്ഷകളുമായാണ് CSK ഇത്തവണ ഇറങ്ങുക. കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്തേക്ക് വീണതിന്റെ നാണക്കേട് അവർക്ക് ഇത്തവണ മായ്ച്ചു കളയേണ്ടതുണ്ട്. ഈ സീസണിലെ IPLൽ ചെന്നൈയുടെ ഏറ്റവും നിർണായക താരം സഞ്ജു സാംസൺ ആയിരിക്കുമെന്നാണ് ഇർഫാൻ പത്താന്റെ അഭിപ്രായം. ടീമിലെ ബാക്കിയുള്ളവർ മലയാളി താരത്തെ നന്നായി പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. സഞ്ജുവിന്റെ ഫോമിലായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ മികച്ച മുന്നേറ്റത്തിനായി ശ്രമിക്കുക. കഴിഞ്ഞ T20 ലോകകപ്പിലെ മികച്ച ഫോമും ആത്മവിശ്വാസവുമെല്ലാം നോക്കുമ്പോൾ ആരാധകരുടെ മുഴുവൻ ശ്രദ്ധയും സഞ്ജുവിലായിരിക്കും. CSK ടീമിനെ ഫിനിഷിംഗ് ലൈൻ വരെ എത്തിക്കാൻ സഞ്ജുവിന് കഴിയുമെന്ന് മാനേജ്മെന്റ് ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം മറ്റു താരങ്ങൾ നന്നായി കളിക്കുകയും വേണം. ആയുഷ് മാത്രയുടെ ബാറ്റിംഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അണ്ടർ 19 ക്രിക്കറ്റിൽ കളിക്കുമ്പോഴും അവന്റെ പ്രകടനം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ലോങ് ലെങ്ത് ബോളുകളെ വളരെ നന്നായി പ്രഹരിക്കാൻ മാത്രയ്ക്ക് കഴിയും. ഉയർന്ന തലത്തിലുള്ള ക്രിക്കറ്റിൽ ഇത്തരം ബോളുകൾ അധികം ലഭിക്കില്ലെങ്കിലും മാത്രമേ CSK ബാറ്റിംഗിൽ വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് മികച്ച കളിക്കാരനാണ്. അദ്ദേഹവും ബാറ്റിംഗിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും. ശിവം ദുബെയുടെ ഫോം കഴിഞ്ഞ T20 ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. ശരിക്കും ഒരു സ്പിന്നർ കില്ലറാണ് അദ്ദേഹം. സ്പിൻ ബൌളർമാർക്കെതിരെ ദുബെയേക്കാൾ നന്നായി സിക്സറുകൾ അടിക്കുന്ന ഇടംകയ്യൻ ബാറ്ററെ ഈ കാലത്ത് വേറെ കാണാൻ കഴിഞ്ഞേക്കില്ല. ഇവർക്കൊപ്പം ഡെവാൾഡ് ബ്രവിസും CSKയുടെ ബാറ്റിംഗ് നിരയിലുണ്ട്. അവനിൽ എനിക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയും ലോകത്തിലെ മറ്റ് ലീഗുകളിലുമെല്ലാം വമ്പൻ സിക്സറുകൾ അടിക്കാനുള്ള കഴിവ് ബ്രവിസ് തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ബാറ്ററെന്ന നിലയിൽ അവൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭാവിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഏറ്റവുമധികം സിക്സറുകൾ അടിക്കുന്ന താരമായിട്ടാവും ബ്രവിസ് കളി നിർത്തുകയെന്നും ഇർഫാൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത്തവണ മുംബൈ ഇന്ത്യൻസിനെ രക്ഷിക്കാൻ രോഹിത് ശർമ്മ തന്നെ ഗ്രൗണ്ടിൽ സജീവമാകണോ? അതോ സഞ്ജു സാംസൺ ചെന്നൈയെ 6ാം കിരീടത്തിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അടുത്തൊരു കിടിലൻ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.